എല്ലാവർക്കും ഭൂമി എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഭൂരഹിതരില്ലാത്ത പെരിന്തൽമണ്ണ നഗരത്തെ വാർത്തെടുക്കാൻ പട്ടയ മിഷന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നജീബ് കാന്തപുരം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് കേരള സർക്കാർ. എല്ലാ ഭൂരഹിതരെയും കണ്ടെത്തി ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഭൂരഹിതരില്ലാത്ത പെരിന്തൽമണ്ണയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. കേരള സർക്കാർ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സംഘടിപ്പിച്ച പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തല പട്ടയ അസംബ്ലിയിൽ നിയോജക മണ്ഡലത്തിൽ ഭൂമിക്ക് രേഖയില്ലാത്ത മുഴുവൻ കൈവശക്കാരെയും കണ്ടെത്തി അവർക്കെല്ലാം പട്ടയ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായി. ഇതിനായി മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജുകളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഭൂരഹിതരെയും കൈവശരേഖയില്ലാത്തവരെയും കണ്ടെത്തും. പട്ടയ അസംബ്ലിയുടെ ഉദ്ഘാടനം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. ഭൂമിയില്ലാത്തവരെ കണ്ടെത്തുന്നതിനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ലിസ്റ്റ് ചെയ്ത് ഏപ്രിൽ 15-നകം വില്ലേജ് ഓഫീസർക്ക് സമർപ്പിക്കണം. വില്ലേജ് ഓഫീസർ സമയബന്ധിതമായി അന്വേഷണം നടത്തി തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകണം. തഹസിൽദാർ റിപ്പോർട്ട് പട്ടയം ലഭിക്കേണ്ട ഓഫീസുകളിലേക്ക് കൈമാറുന്നതിനും പട്ടയമേളയിൽ തീരുമാനമായി. ജൂൺ 30-ന് മുൻപായി പട്ടയമില്ലാത്ത മുഴുവൻ ആളുകൾക്കും രേഖ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും യോഗത്തിൽ ധാരണയായി. ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. വെട്ടത്തൂർ പഞ്ചായത്തിലെ കൈവശരേഖയില്ലാത്ത 8 കുടുംബങ്ങളിൽ നിന്ന് പട്ടയത്തിനായുള്ള അപേക്ഷ MLA ഏറ്റുവാങ്ങി. ഭൂപരിഷ്കരണത്തിന് ശേഷം കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്നും നിയോജക മണ്ഡലത്തിലെ ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും പട്ടയം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണെന്നും സംസ്ഥാനത്ത് തന്നെ ഏവർക്കും പട്ടയം ലഭിക്കുന്ന ആദ്യ മണ്ഡലമായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെ മാറ്റുമെന്നും MLA പറഞ്ഞു. നമ്മുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ അതിദരിദ്രരായ ഭൂമിയില്ലാത്ത എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കുക എന്ന നിലയിലാണ് ഈ പട്ടയ അസംബ്ലി ഇന്ന് നടന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭൂപരിഷ്കരണത്തിന് ശേഷം കേരളത്തിൽ ഒട്ടേറെ വലിയ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവർക്കും ഭൂമി എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ താല്പര്യമെടുത്തുകൊണ്ടാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. നമുക്കത് എത്രയും വേഗം സാധ്യമാക്കണം. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ആദ്യം എല്ലാവർക്കും പട്ടയം ലഭിക്കുന്ന ഒരു മണ്ഡലമാക്കി പെരിന്തൽമണ്ണയെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സബ് കളക്ടർ അപൂർവ ത്രിപാഠി, വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, എടപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് കബീർ, ADM NM മെഹ്റലി, തഹസിൽദാർ A വിഷ്ണുഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങൾ, വില്ലേജ് ഓഫീസർമാർ, ലാൻഡ് ട്രൈബ്യൂണൽ ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.